ഇരുന്നിട്ട് ഓളിപ്പോ ഈ നേരത്തെ ഇരുന്ന് എവിടെ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ചോറൊക്കെ തിന്ന അമ്മ അതിലുള്ള പഠിപ്പൊക്കെ തുടങ്ങിയോ? ചെന്ന ഒരാളും കാത്തിരിക്കൊന്നും ചെയ്യാത്ത. എല്ലാരും തീറ്റൊക്കെ കഴിഞ്ഞിരുന്നു. എന്നിട്ടാ ഞാൻ ഇരുന്നത്. നിങ്ങള് വരുന്നേ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തെന്ന് വരും എന്നുള്ളത് എനിക്കറിയണല്ലേ. അറിഞ്ഞിട്ടും ആദ്യം തന്നെ ചോറ് എടുത്ത് തിന്നാറിഞ്ഞാലേ വലിയ കഷ്ടം തന്നെയാണ്. നിർത്തണ്ട തിന്ന വിശക്കുള്ള എനക്ക്. ഇജ്ജ് വന്നാ? അല്ല പെണ്ണെ, ഇത്ര നേരം വരെ എവിടെയിന്ന്? ഞാൻ വേറെ ഒടുക്കും പോയതൊന്നുമല്ലല്ലോ, എന്റെ മാപ്പിളുടെ വരേക്ക് പോയതല്ലേ. നമുക്ക് പിന്നെ ചോദിച്ചും വേണ്ട പറയും വേണ്ട, ആടറിഞ്ഞു പോവുക. തോന്നുമ്പോ അത് കേറി വരിക. സംഭവം ശരി തന്നെയാണ്. കെട്ടിച്ചോടത്തേക്ക് മാപ്പിളുടെ അടുത്തേക്ക് പോയത് തന്നെയാണ്. എന്നാണ്ടല്ലോ ഒന്ന് വിളിച്ചു പറയും നേരെ പോകുന്നൊക്കെ. ഒന്നുമില്ല. ഞാൻ വിളിച്ചറിയാൻ മറന്നാണ്. ഞാൻ കുട്ടികളെപ്പോ കുറച്ചേരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കൊക്കെ ചെയ്തു, എന്നിട്ടാണ് പോകുന്നത്. അല്ലമ്മ എന്താ ഒരാളെയും കാത്തിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറുന്നണേ? നിന്റെ ചോറുന്നല്ലേ കഴിഞ്ഞിരിക്കണു. ഞാൻ ഇപ്പൊ ഗുളികയൊക്കെ കുടിക്കാൻ നിന്നിട്ട്. ഇനിയിപ്പൊ അണക്കുവാണെന്നുണ്ടെങ്കിൽ തിന്നാളാ. ഇപ്പൊ എല്ലാരും ഇങ്ങനെ വിളിച്ചുവിട്ടിട്ട് ഇങ്ങനെ തിന്നായിരിക്കപ്പ ഒരു മനുഷ്യൻ. നിങ്ങളൊക്കെ തീറ്റി കഴിഞ്ഞിരിക്കണോ? ഞാൻ വരുന്ന അറിഞ്ഞിട്ടും ഇന്നെ കാത്തിരിക്കൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനത്തെ പഠിപ്പൊന്നും ഇവിടെ ഇല്ലല്ലോ. കണക്കതിന് ആ പെണ്ണിന്റെ കുറ്റം മനസ്സിലല്ലാതെ വേറെ ഒരു പണിയില്ലല്ലോ. ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല. എന്നെ ആരും കാത്തിരിക്കും വേണ്ട. പിന്നീട് കേറി വന്നാ തുടങ്ങി ആ പെണ്ണിന്റെ നെഞ്ഞത്തേക്ക്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാപ്പിള മരിച്ച് ഇനി ഇപ്പോഴെങ്കിലും ഒരു സ്വസ്ഥത ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേക്കാരാ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടാവും. ഇവിടെ വന്നപ്പോഴോ പുടിച്ചതിനേക്കായി ഉള്ളതാണ് മടയില് അറിഞ്ഞ പോലെ. ഇപ്പൊ കോണ്ടേന്ന് രണ്ട് കിട്ടാനേക്കണ, അതിന് വേണ്ടിട്ട് നടക്കണം. ഇജ്ജെന്താ ഇങ്ങനെ ഇരിക്കണ ഇവിടെ? ഒന്നുമില്ല, ഞാന് ഫോണിൽ ഇങ്ങനെ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അല്ല, ഇജ്ജിപ്പോ ഈ നേരത്തെ വരുന്നേ? കുട്ടികളെ കാണാൻ വേണ്ടിട്ട് പോയതേന്നു. അല്ല, എന്റെ പെണ്ണുങ്ങളുണ്ടല്ലോ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറുന്നാണ്. അനക്ക് ചോറൊന്നും വേണ്ടേ? ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം? ഞാൻ ഇപ്പൊ ചോറ് വെച്ച് ഇവിടെ വന്നിരുന്നു. ഓള് പണിയെടുക്കിയിരുന്നു. പണി കഴിഞ്ഞിട്ട് ഓളിപ്പോ ചോറുന്നായിരുന്നു. എന്റെ വിചാരം ഇപ്പൊ എന്താ? ഇജ്ജ് ഇവിടെ തന്നെ ഇങ്ങനെ നിക്കാൻ കണ്ടിക്കണത്? ഒന്നിനെ എനിക്ക് രണ്ട് കുട്ടികളും ഒരു മാപ്പിളയും ഉണ്ട്. പിന്നെ ഇപ്പൊ എന്താ എന്റെ പ്രശ്നം? ഇപ്പൊ എന്താ അവിടെ? ഞാണ്ട് പോണില്ല. അതാലോചിച്ചങ്ങാണ്ട് ആരും തല പുണ്ണാക്കൊന്നും വേണ്ട. പിന്നെ ആരെ സംസാരിക്കണ്ട്? മരിച്ചുപോയ നമ്മളെ വാപ്പേ. ഒരു കുടുംബമാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോ അമ്മായിമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ അവന്റെ പെങ്ങന്മാരൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അത് വിചാരിച്ചിട്ട് ഇജ്ജ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ആവശ്യം എന്താ? ഞാൻ പോണില്ല. അതിന് ഈ ഇടപെടേണ്ട ആവശ്യമില്ല. ആദ്യം അവനാന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ നോക്കി. ഇപ്പൊ കണ്ടല്ലോ എന്റെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചോറുന്നതും ഒക്കെ. ഇങ്ങനെ രണ്ടാളും കൂടി മുണ്ടിടും കൂടി ഇല്ല. എത്ര പറഞ്ഞാലും ഞാനും എന്റെ മാപ്പിളി ഒപ്പം ഇരുന്നിട്ട് തന്നെ ഇന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഓക്കെ, അതിനപ്പൊ കാണണ്ടല്ലോ, ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്. ഇപ്പൊ ആരുള്ളത് ഇപ്പൊ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്? ഇപ്പൊ എന്റെ മാപ്പിളയും എന്റെ രണ്ട് കുട്ടികളും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇജ്ജ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഇജ്ജ് കണ്ടെത്തിയ വലിയൊരു അത്ഭുതം. ഇജ്ജ് അത് ഇതും പറഞ്ഞിട്ടൊന്നും ഒരിത് വേണ്ട. എന്തായാലും വേണ്ടില്ല. എനിക്ക് പോകാൻ ഇനിയിപ്പോ ഒരാഴ്ചയും കൂടി ഉണ്ട്. അതിന്റെ ഉള്ളില് ഞാൻ ഓനെ കാണും, സംസാരിക്കും. എന്നെ വന്ന് കൊണ്ടുപോകും. കേട്ടല്ലോ? ഇതൊന്നും പറയണ്ട. എന്ത് പറഞ്ഞിന്റെ കാര്യം?
ഓളെ വിചാരപ്പം എന്തിനാ അപ്പൊ ഒരു പെണ്ണ് കിട്ടി ഓൾക്ക് ഇവിടെ ഇതില്ല വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഓളെ ഇത് ഇതൊക്കെ തന്നെ ഇക്കാരം അവിടെയും എന്തെങ്കിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോന്നേക്കാരും ആ എന്താ ചാവട്ടെ എന്തായാലും നമ്മളിപ്പോ എന്തായാലും പറഞ്ഞ അതേ ഇക്കാരും വലുത്. ഇക്ക നിങ്ങള് കുളിക്കണില്ലേ? ഞാൻ കുളിച്ചോണ്ട് ചൂടുവെള്ളം എന്തെങ്കിലും ഉണ്ടാക്കി തരാ. ഇതിന് വെള്ളം ചൂടാക്കണേ എനിക്ക് വേറെ കൈ വേദന ഒന്നും ഇല്ല. ചൂടുവെള്ളം ഗൾഫിലോ ചൂടുവെള്ളവും ഇതൊക്കെ ആയിട്ട് കുളിച്ചിരിക്കണത് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ ചൂടുവെള്ള എന്തായാലും വേണ്ടില്ല. നേരെ പോയി ഒരുപാടായില്ലേ, കുളിക്കാൻ നോക്കാം. ഇക്കാനോട് എന്തായാലും എല്ലാതും തുറന്ന് പറയണം. പാവല്ലേ, എത്രയെന്ന് വിചാരിച്ചിട്ട് അതിനെങ്ങനെ അതിന് ഭയങ്കര ഇഷ്ടാ തോന്നുന്നുണ്ട്. ഇക്കാണെന്നുണ്ടെങ്കിൽ അതിനോട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയ്ക്ക് വരിക. എന്തായാലും വേണ്ടില്ല, ഇക്കാനോട് വേഗം തുറന്ന് പറയണം എല്ലാ കാര്യങ്ങളും. ഇല്ല മോളെ, ഇജെന്താ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണ്? നമുക്ക് കേൾക്കാരായിട്ടില്ലേ? ആ ഇക്ക കുളിക്കാൻ പോയിക്കണമ്മ. അന്ന കുളി ഇയാൾ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ച്. ആ ഓ എന്നും അങ്ങനെ തന്നെ, പാതിരാവും ഈ തൊള്ളം പാരുന്നുണ്ടെങ്കിൽ അണക്കവിടെ പോയി കിടന്നാ മതിയായിരുന്നു. ഓൻ കുളി കഴിഞ്ഞാണ്ട് വരുമല്ലോ. ഇത് ചോറുന്നീലേ? ഇത് ചോറുന്നാ പാത്രം എടുക്കണ കണ്ടു, പിന്നെ പെട്ടെന്ന് ചോറുന്നലും കഴിഞ്ഞ്. നീ തിന്നിട്ടില്ലേ? ആ ഞാൻ ചോറ് തിന്നിക്കണ്. അല്ല പെരേന്ന് ഉമ്മക്ക് വിളിച്ചീന്ന് നമുക്ക്? ഇമ്മക്ക് കൊഴപ്പൊന്നുമില്ല, അമ്മ വിളിച്ചീന്ന് എനിക്ക്. കൊറേ സംസാരിക്കും എന്ന് വിളിച്ചാല്. ആ പാവ, അതിനല്ല ബേജാറുണ്ടാവും എന്റെ കാര്യത്തില്. ഇത് ഒന്ന് പോവുകയൊക്കെ ചെയ്തോളുണ്ട്, ഓനും കൂട്ടിക്കോളൊന്ന് പോകുമ്പോഴേ അതിനും ഉണ്ടാവൂലേ കാണാനൊക്കെ ഒരു പൂതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും. എന്നാ പിന്നെ 2 ദിവസം അമ്മാക്ക് ഇവിടെ നിന്നുങ്ങാണ്ട് പോവുകയും ചെയ്യാം. ആ ഞാൻ പറഞ്ഞോണ്ട് 2 ദിവസം ഇവിടെ വന്ന് നിക്കാന്. ആ എന്നാ പറയുണ്ട്. എന്താണ് അമ്മായിയും മരുമോളും കൂടി ഒരു വർത്താനൊക്കെ? എന്താ ഞങ്ങൾക്ക് എന്താ വർത്താനം പറയാനൊന്നും പാടില്ലേ? ഓ നമ്മളൊന്നും പറയണില്ലേ, നമ്മളൊക്കെ ഇപ്പൊ പുറമ്പോക്കായില്ലേ. എന്നാലേ ഇജാണ് പോയിക്കോ, അവൻ കൂലി കഴിഞ്ഞ് വരും. ഇജാണ് ചെല്ല്. ആ അമ്മ. പിന്നെ ഞാൻ എന്റെ ബെഡ്ഷീറ്റ് ഒന്നും വിരിച്ചിട്ടില്ല, ഒന്ന് വിരിച്ചിടട്ടാ. ആണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ. ഞാൻ വിരിച്ചിട്ടോളാ താത്ത. ആ ലൂബിയെ, ഓനെ വിളിക്കണിച്ച് ചെല്ലേ. എന്താടി ഓൾ എന്റെ വേലക്കാരത്തിയാണ്, എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാന്. അതേ എന്റെ ആങ്ങളെ കെട്ടി കൊടുന്ന പെണ്ണാണ്. അത് ആലോചിച്ചോളുണ്ട്. ഇമ്മാതിരി തോന്നിവാസം കാട്ടിയിട്ടാണ് ആ പെണ്ണിനെ ഇവിടുന്ന് പറഞ്ഞയച്ചിരുന്നുള്ളതേ എന്റെ ആങ്ങളെ എപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇജായിട്ട് എന്റെ കുഴി തോണ്ടാൻ നിക്കണ്ട, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളെ റൂം തട്ടിപ്പൊട്ടിക്കണം? ഇല്ല, വിരിച്ചിട്ടില്ല. ഓളെ കയ്യിന് പുണ്ണൊന്നുമില്ലല്ലോ. ആ എന്നാലേ ഞാൻ പറഞ്ഞത് കേട്ടിട്ടെ അത് ചെയ്യട്ടാ. അങ്ങോട്ട് പോ. അല്ലടി, ഓളെ കൊണ്ട് പണിപ്പിക്കാൻ ഇജ്ജാരാ? ഇജ്ജ് കിടക്കുന്ന റൂം എനിക്ക് തട്ടിക്കൊട്ടാന്ന് വെച്ചാ? പിന്നെ
നാളെ മുതല് പുറം പണി ഇടുക്കുക. ഉള്ളിലത്തെ പണി ഓളെടുത്തോളും. ഇനി കുറച്ചു കാലം ഉമ്മ റെസ്റ്റ് എടുക്കട്ടെ. ഏതായാലും എന്റെ മാപ്പിളോട് ഇത് പോയില്ലല്ലോ. അപ്പൊ ഇവിടെയെങ്കിലും മേലാക്കി പണിയെടുക്ക്. ആ വെറുതെ ഇരുന്ന് തിന്നാലേ തടി കേടരും. ഇപ്പൊ കേട്ടില്ലേ? ഓ നമ്മള് വല്ലാതെ ചിരിക്കൊന്നും വേണ്ട. അത്രക്ക് ചിരി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഔത്തും ഇരുന്ന് ചിരിച്ചോളി. ഓൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ഇജ് രാവിലെ നീക്ക, ചായ കുടിക്കുക, പിന്നെയും പോയി കിടക്കുക, പിന്നെ ഉച്ചക്ക് നീച്ച് വരിക, ചോറുന്ന, പിന്നെ ഈ ഫോണുമ്മ തോണ്ടി ഇങ്ങനെ ഇരിക്കുക. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഇനി കുറച്ചു കാലം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓൻ പറഞ്ഞ പോലെ എനിക്ക് എന്റെ അമ്മായിമാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞോളൂ എടുക്കാനല്ലേ മടിയുള്ളൂ. സ്വന്തം പെരയിൽ എടുത്തോ. എന്റെ ഒക്കെ യോഗ അത്രേ ഉള്ളൂ. ഒന്നും പറഞ്ഞു പറ്റിയിട്ടില്ല. ഇനി ചിലപ്പോ നാളെ നീ കൂടും കുറക്കിയെത്തുങ്ങാണ്ട് വേഗം മണ്ടു. ഞാൻ പോയി കേൾക്കട്ടെ. നേരം കുറെ ആയിട്ട് നേരത്തെ നീച്ചാളതാണ്.